മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. താഴോട്ട് കാണിക്കോ. ഓഹോ, കൊള്ളാലോ. പ്ലീസ് ഷോ യുവർ നേവൽ. തൊട്ടടുത്ത ഞാൻ താമസിക്കുന്നത്. എന്താവശ്യം ഉണ്ടെങ്കിലും ഷോ യുവർ നേവൽ. കണ്ടോളൂ. ഇതാണ് എന്റെ നേവല്. ഇനി അത് കണ്ടില്ല എന്ന് വേണ്ട. ഇവിടെ ഞാനൊരു കലക്ക് കലക്കും എന്റെ കറവേട്ടാ. ആരായിരുന്നു അത് പറഞ്ഞത്? കില്ലർ. ഫേക്ക് ഐഡിയ ആണ്. എന്നാൽ പോലും ആഗ്രഹമല്ലേ. ഞാൻ നാളെ എങ്ങനെ തട്ടിപ്പോയി എന്നെ കൊണ്ട് കുഴിച്ചിട്ട് ഞാൻ മണ്ണിലാങ്ങണം പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അവരോടൊന്ന് നന്ദി പോലും പറയാൻ നിവൃത്തിയില്ലല്ലോ. നിങ്ങളുടെ ആഗ്രഹം സാധിക്കാക്കൂലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്റെ നേവല് കാണണമെന്ന് പറഞ്ഞു. ഒരു നേവലല്ലേ, എനിക്ക് അതുകൊണ്ട് വലിയ നഷ്ടമൊന്നും വരണില്ല. ഇതാണ് എന്റെ നേവൽ. കണ്ടില്ലേ? പോരെ. അവള് കാര്യമായിട്ട് പറഞ്ഞതാണോ അതോ ആക്കിയതാണോ? ഈശ്വര, വെറുതെ കൊതിപ്പിക്കല്ലേ. അതാണ് നേവൽ. ഇതാണ് നേവൽ. ഇനി ഒന്നുകൂടി കണ്ടോളൂ വേണമെങ്കിൽ. പിന്നല്ലാതെ ഞാനിപ്പോ എന്താ പറയാ. നിങ്ങളിപ്പോ ആ ഒരു എന്റെ നേവല് കണ്ടു എന്ന് വിചാരിച്ചിട്ട് എനിക്കിപ്പോ ഒന്നും തേഞ്ഞൊന്നും പോകുന്നില്ല. പോരോളൂ. ഞാൻ പിച്ചി മാന്തി നുള്ളി എന്നും പറഞ്ഞൊന്നും ഞാൻ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാനൊന്നും പോകുന്നതല്ലേ. വായി തോന്നുന്ന വൃത്തിയോട് ഈ അപരാധത്തരമൊക്കെ പറയുമ്പോഴത്തേക്ക് മാത്രമേ ഇതാക്കാറുള്ളൂ. അല്ല ബോഡി ഷേപ്പ് അല്ല ഈ എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഇതിനൊന്നും ഞാൻ പോയിട്ട് ഇതാക്കാറില്ല. ഞാൻ ഇവിടെ കാണിക്കുമെന്ന് വെച്ചു. എന്റെ ഒരു ഫാനിന്റെ എന്താ ആഗ്രഹമല്ലേ. നാക്കിന്റെ പ്രശ്നം നല്ല വരുന്നുണ്ട്. നീ ഇങ്ങനെ സങ്കല്പിച്ച് ഓരോന്നും വിളക്ക പിടിച്ച് സുഖിച്ചിരുന്നോടാ. ഹായ് ജിപ്സ, യു ക്യൂട്ട്. കോൾ. എന്തിനാണ് ഈ കോൾ ചെയ്യാൻ പറയുന്നത്? എന്തിനായിരുന്നു? യോജിച്ച് നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലും. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. ഞാൻ പോകുന്നു. ബൈ ബൈ.